വെൽക്കം ബാക്ക് ടു ആർഗനക്സ്. ഇറ്റ്സ് മീ സെവിൻ വടക്കൻ. എടാ ഇന്ന് വടക്കൻ വന്നിട്ടുള്ളത് വടക്കന്റെ ലവ് സ്റ്റോറി ആയിട്ടാണ്. ആരുടെ ലവ് സ്റ്റോറിയാണ്? വടക്കന്റെ ലവ് സ്റ്റോറി. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ഒരു ചെറിയ ലവ് സ്റ്റോറി, വടക്കന്റെ ലവ് സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കോളാം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. x² - 4x - 5 = 0. ഇതിൽ ഈ x² എന്ന് പറയുന്ന തലയെക്കെട്ടൊക്കെ നിൽക്കുന്ന ആശാൻ, അതാണ് വടക്കൻ. എടാ തലയെക്കെട്ടൊക്കെ എങ്ങനെ വന്നു ചോദിച്ചാൽ പണ്ട് സാറ് ദർസ് പോയിരുന്നു. അങ്ങനെ ദർസ് പോകുന്ന സമയത്ത് നമ്മൾ ചെറുങ്ങനെ തലയിൽ കെട്ടൊക്കെ കെട്ടി. അങ്ങനെ സെലിൻ സാറിൻ്റെ തലയെക്കെട്ടൊക്കെ വന്നു. സെലിൻ സാറിൻ്റെ നാട്ടിലുള്ള ആൾക്കാരാണ്. 4x 5 ഒക്കെ ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്. ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയി. കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ നാട്ടിലൊരു വർഗീയത വന്നു. എന്ത് വന്നു? വർഗീയത. വാട്ട് ഡു യു മീൻ ബൈ വർഗീയത? എന്താണ് ആ വർഗീയത? ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ. അതെ, ഇവിടെ നടന്ന ഡിസ്ക്രിമിനേഷൻ മതത്തിൻ്റെയോ ജാതിയുടെയോ പണത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിലല്ല. എക്സ് ഉണ്ടോ? എക്സ് ഇല്ലേ? ഏതെക്സാ? നമ്മളെ മറ്റേ എക്സ് ആണോ? ആ എക്സ് അല്ല. ഇതാ ഇവിടെ x² കണ്ടോ? വടക്കൻ എക്സ് ഉണ്ടോ? വടക്കൻ എക്സ് ഉണ്ട്. വടക്കൻ ഇവിടെ നിൽക്കാം, x² ഇവിടെ നിൽക്കാം. മൈനസ് 4x എക്സ് ഉണ്ടോടാ? 4x എക്സ് ഉണ്ട്. 4xനും ഇവിടെ നിൽക്കാം. -5 എക്സ് ഉണ്ടോടാ? എക്സ് ഇല്ല. അവനെ നാടുകടത്തി. നാട് കടത്തി. ഇതാ നോക്കിയേ, ഈ -5 ഇവിടുന്ന് എടുത്ത് കണ്ട് അപ്പുറത്തെ നാട്ടിലേക്ക് കടത്തി. -5 = അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കടാ? -5 = അപ്പുറത്തേക്ക് പോകുമ്പോൾ +5 ആയി. എന്ത് കിട്ടി? x² - 4x = 5 എന്ന് കിട്ടി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫെബ്രുവരി മാസം വന്നു. എന്ത് മാസം വന്നു? ഫെബ്രുവരി മാസം വന്നു. എന്താണ് ആ ഫെബ്രുവരി മാസത്തിന്റെ പ്രത്യേകത? വാലന്റൈൻസ് ഡേ ഒക്കെ ഉള്ള സമയമാണല്ലേ. ഇതാ നോക്കിയേ, സെനിൻ സാറ് അല്ലെങ്കിൽ വടക്കൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് 4ഉം എക്സും മിങ്കിൾ ടിങ്കിൾ ടക്കനടക്കാന്ന് പറഞ്ഞ് നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ വടക്കൻ എന്ത് വരും? വടക്കന് കുശുമ്പ് വരും. എന്ത് വരും? കുശുമ്പ് വരും. വടക്കൻ ചെയ്ത പണി കേൾക്കണോ നിങ്ങൾക്ക്? വടക്കൻ ഇവിടെ ഉണ്ട് കേട്ടോ. വടക്കൻ ഇവിടെ ഉണ്ട്. -4x ഇവിടെ ഉണ്ട്. വടക്കൻ ഉണ്ടല്ലോ. ഈ എക്സിന്റെ കൂടെ ഏതാ ഗേൾഫ്രണ്ട് നോക്കി? എക്സിന്റെ കൂടെയുള്ള ഗേൾഫ്രണ്ട് ആരാ നോക്കി? ആരാ എക്സിന്റെ കൂടെ ഉള്ളത്? 4 ആണ്. ആ 4ന്റെ അനിയത്തിനെ കൊണ്ട് വിളിച്ചു. ആരാടാ 4ന്റെ അനിയത്തി? 4ന്റെ നേരെ പകുതി. 4ന്റെ പകുതി ആരാടാ? 4ന്റെ പകുതി ആരാടാ? 2 ആണ്. ഈമാനുള്ള കുട്ടിയായം കൊണ്ട് തന്നെ പെങ്ങളൂട്ടി തലയിൽ തട്ടമിട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 4xന് പകരം നിങ്ങൾക്ക് ഇപ്പൊ 6x ആണ് തന്നതെങ്കിൽ 6x ആണെങ്കിൽ ആരാ ഇവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത്? പെങ്ങളൂട്ടിയായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് ആരാടാ? 6ന്റെ പകുതി 3. ഇവിടെ ഇപ്പൊ 8x ആണെങ്കിലോ? 8x ആണെങ്കിൽ നമ്മൾ 8ന്റെ പകുതി ആരാ? 4². പെങ്ങളൂട്ടി 8ന്റെ പകുതി. തലയിൽ തട്ടമിടും. ആരാ? ഈമാനുള്ള കുട്ടിയാണ്. യെസ്, ഇവിടെ നോക്കി, 6xന്റെ പെങ്ങളൂട്ടി ആരാ? 6xൻ്റെത് 3². കേട്ടോ, അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏതാണോ അവിടെ ഉള്ളത്, എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത്, ആ ആളുടെ അനിയത്തിനാണ് നമ്മൾ കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ അനിയത്തിക്കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കില്ലേ? പ്രായം കുറവായിരിക്കില്ലേ? ഓടിക്കളിക്കുന്ന പ്രായമായിരിക്കില്ലേ? യെസ്, ഇപ്പുറത്ത് വന്നതുപോലെ തന്നെ ഈ സൈഡിൽ വന്നതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വന്നിട്ടുണ്ട്. യെസ്, ദാറ്റ് ഈസ് 5 + 2². പെങ്ങളൂട്ടി ഇപ്പുറത്ത് വന്നു, അപ്പുറത്തും വന്നു. ഓടിക്കളിക്കുന്ന പ്രായമല്ലേ? ഓടിക്കളിക്കട്ടെ. യെസ്, അങ്ങനെ നമ്മുടെ പെങ്ങളൂട്ടി വന്നതോടുകൂടി നമ്മുടെ കഥയിൽ നിന്നും ഈ 4x ഇല്ലാതെയായി. ആ 4xന് നമ്മുടെ കഥയിൽ എന്തില്ല? ഇല്ല. ആ നാട്ടിൽ ഇനി ആരൊക്കെ ഉള്ളത് നോക്കടാ. നമ്മുടെ വടക്കനുണ്ട്, പെങ്ങളൂട്ടിയുണ്ട്. കാലങ്ങൾ കടന്നു പോയപ്പം അവർ തമ്മിൽ പതിയെ മിങ്കിൾ ടിങ്കിൾ ടണക്കണ. നിങ്ങൾ ആരെങ്കിലും മക്കളെ 11 മണിൻ്റെയും 2 മണിൻ്റെയും ഇടയിൽ കോഴിക്കോട് ബീച്ച് പോയിട്ടുണ്ടോ? കോഴിക്കോട് ബീച്ചിൽ മാത്രം 11 മണിയുടെയും 2 മണിയുടെയും ഇടയിൽ നിങ്ങൾ കാണുന്നൊരു പ്രത്യേക കാഴ്ചയുണ്ട്. ഒരു കൊട, 2 ആൾക്കാര്. കമ്മിങ് ബാക്ക്. ഇത് തന്നെ വടക്കൻ മെല്ലെ കുട തുറന്നു. ദാ കണ്ടോ, കുടയൊക്കെ ഉണ്ട്. വടക്കന് തലയെക്കെട്ടൊക്കെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇല്ലടാ. വടക്കൻ മെല്ലെ തലയെക്കെട്ടൊക്കെ ഊരി ചീൻ്റെ ഉള്ളിൽ കയറി. പെങ്ങളൂട്ടി മെല്ലെ തട്ടൊക്കെ ഊരി ചീൻ്റെ ഉള്ളിലേക്ക് കയറി. യെസ്, പക്ഷേ നമ്മൾ മരിച്ചവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ സ്മരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആരാണോ അതിൻ്റെ മുമ്പിലുള്ള ചിഹ്നം മൈനസ് ആണെങ്കിൽ നമ്മൾ മൈനസ് എടുക്കണം. അവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണ? അവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് എടുക്കണം. യെസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടേക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ഇവരുടെ ഇടയിൽ സ്മരണയായിട്ട് നമ്മൾ എന്താക്കും? ആ മൈനസിനെ നമ്മൾ ഇടും. വടക്കൻ ഭീകരനാണ്. വടക്കനുണ്ടല്ലോ, കൊടയിൽ മാത്രം ഒതുക്കിയില്ല, ആ കൊടയുടെ മുകളിലൂടെ തട്ടമിട്ടു. യെസ്, ഫോർ എ സേഫ്റ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു, പറയടാ, 5 + 2ന്റെ സ്ക്വയർ ആരാ? 2ന്റെ സ്ക്വയർ 4 അല്ലേ? സോ 5 + 4. കൊടയുണ്ട്, വടക്കനുണ്ട്,
പെങ്ങളൂട്ടിയുണ്ട്, തട്ടമുണ്ട്. 5+4 ആരാടാ? 9 അല്ലേ? കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ മക്കളെ, കാറ്റടിച്ചു. എന്തടിച്ചു? കാറ്റടിച്ചു. യെസ്, കോഴിക്കോട് ബീച്ചല്ലേ, കാറ്റടിച്ചു. ആ കാറ്റിൽ കൊടയും പോയി, തട്ടവും പോയി, കൊടയും പോയി, തട്ടവും പോയി. ആ കൊടയെല്ലാം കൂടി അല്ലെങ്കിൽ ആ തട്ടമെല്ലാം കൂടി പാറി, ഇതാ ഈ സ്ക്വയർ എല്ലാം കൂടി പാറി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ എന്ത് സംഭവിക്കടാ? സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ എന്ത് സംഭവിക്കടാ? റൂട്ട് ആവില്ലേ? യെസ്, ദാറ്റ് ഈസ് റൂട്ട് 9. x minus 2 is equal to root 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 അല്ലടാ? 3 അല്ലേ? 3 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ഇരിക്കുകയാണ്, ആ സമയത്താണ് ഇങ്ങനെ ഒരു കാറ്റടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യടാ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? 18ാമത്തെ തടവെടുക്കൂല്ലേ? 18ാം തടവ് എന്താ? ഇറങ്ങി ഓടും. യെസ്, പെങ്ങളൂട്ടി അത്രേ ചെയ്തുള്ളൂ. നമ്മളെ പെങ്ങളൂട്ടി ഇവിടെ നിന്നും ഇറങ്ങി ഓടി അപ്പുറത്തെ നാട്ടിലേക്ക്. -2 ഇവിടുന്ന് അങ്ങോട്ട് നടുകടത്തി. എന്ത് കടത്തി? x is equal to -2 അപ്പുറത്തേക്ക് പോയാൽ എന്താ അവിടെ? 3 + 2 x is equal to നമുക്ക് എന്ത് ആൻസർ കിട്ടി? 5 എന്ന ആൻസർ കിട്ടി. 3 2 കൂട്ടിയാൽ എത്രയാടാ? 5 അല്ലേ? എക്സിന്റെ ആൻസർ കിട്ടിയില്ലേ? എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ ലവ് സ്റ്റോറിയുടെ അവസാനം, അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷന്റെ അവസാനം എക്സിന്റെ വാല്യൂ കിട്ടുന്നത്. ഈ കഥ അവസാനിപ്പിക്കുന്നതിന് മുൻപേ ആയിട്ടാണ് ഞാനൊരു ചെറിയ മോറലോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. കൂടെയുള്ളവരെ ചതിച്ച് നമ്മൾ നേടാൻ ശ്രമിക്കുന്ന ഒന്നും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഉള്ള സ്ഥാനങ്ങൾ ഇതാ, പണ്ട് മൊയിലാരൊക്കെ ആയിരുന്നു, കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടോ, മൊയിലാരും അല്ല, കൂട്ടുകാരും ഇല്ല, ഒരാളും കൂടെയില്ല. ആ കൂടെയുള്ളവരെ ചതിച്ച് നമ്മൾ നേടാൻ ശ്രമിക്കുന്നത് ഒന്നും നമുക്ക് ലഭിക്കില്ല എന്ന മോറലോട് കൂടി ഈ കഥ ഇവിടെ അവസാനിക്കാനാ. ഇവിടെ നോക്കടാ, ഈ ഒരു സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വളരെ ഈസി ആയിട്ട് ഇതാ, ഇത്ര ടൈം ഒന്നും എടുക്കില്ല കേട്ടോ സാർ, ഒരു 3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോളി, ഇവിടെ ശ്രദ്ധിച്ചോളി. ഒരു x², മറ്റൊരു എക്സാമ്പിൾ ആയിട്ടാണ് കേട്ടോ സാർ വരുന്നത്. x² + 6x - 40 = 0. ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തുതരാം. ഇവിടെ നോക്കിയോളി, ആദ്യം നമ്മുടെ നാട്ടിൽ എന്തുണ്ടായി എന്നാ പറഞ്ഞത്? വർഗീയത ഉണ്ടായി. എക്സ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. വടക്കന് ഇവിടെ നിൽക്കാം, കാരണം എക്സ് ഉണ്ട്. +6x ഇവിടെ നിൽക്കാം, പക്ഷേ -40 ഇവിടെ നിൽക്കാൻ പറ്റുമോ? കൂടെ എക്സ് ഉണ്ടോ? ഇല്ല. -40 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താ ഇവിടെ? +40 എന്നായി. ഇനി വടക്കൻ ആരെ വിളിച്ചു എന്നാ പറഞ്ഞത്? പെങ്ങളൂട്ടിനെ വിളിച്ചു. ആരുടെ പെങ്ങളൂട്ടിനെയാണ് വിളിച്ചത്? എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത്? ആളുടെ പെങ്ങളൂട്ടി. സോ x² + 6x + എക്സിന്റെ കൂടെ ആരാണുള്ളത്? 6 അല്ലേ ഉള്ളത്? 6ന്റെ പകുതി അല്ലേ പെങ്ങളൂട്ടി എന്ന് പറയുന്നത്? 6ന്റെ പകുതി ആരാടാ? 3 അല്ലേ? പെങ്ങളൂട്ടി ഈമാനൊക്കെ ഉണ്ട്, തലയിൽ തട്ടൊക്കെ ഇടും. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, പെങ്ങളൂട്ടി ചെറിയ കുട്ടിയാണ്, ഓടിക്കളിക്കുന്ന പ്രായമാണ്, രണ്ട് സൈഡിലും വരും. സോ 40 + 3² ദാറ്റ് ഈസ് ഈക്വൽ ടു, പിന്നെന്താണ്? നമ്മുടെ 6x നമ്മുടെ നാട്ടിലുണ്ടാവുമോ? ഇല്ല, അവർ നമ്മുടെ നാട്ടിൽ നിന്നും വിട്ടുപോയി. ഇനി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? വടക്കനുണ്ട്, പെങ്ങളൂട്ടിയുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് തുറന്നു? കുട തുറന്നു. എന്ത് തുറന്നു? കുട തുറന്നു. ആര് കയറി? വടക്കൻ തലയെക്കെട്ടൊക്കെ ഊരിച്ച് കയറി, പെങ്ങളൂട്ടി തട്ടമൊക്കെ ഊരിച്ച് കയറി. സ്മരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെ സ്മരിക്കണടാ? നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതെയായി പോയിട്ടുള്ള ഈ 6xന്റെ മുമ്പിലുള്ള സിമ്പിൾ. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മളിവിടെ പ്ലസ് ഇടും. നിങ്ങൾ നോക്കിയേ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മളിവിടെ മൈനസ് ഇട്ടു. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ എന്തിടണം? പ്ലസ് ഇടണം. യെസ്, ഞാനിവിടെ പ്ലസ് ഇടുന്നു. വടക്കൻ ഭീകരനാ, കൊടയുടെ മുകളിൽ എന്തിട്ടു? തട്ടമിട്ടു. എന്തിട്ടു? തട്ടമിട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 + 3² ആരാ? 3² 9 ആണ്. 40 + 3² എന്ന് പറഞ്ഞാൽ 49 എന്ന് കിട്ടും. എടാ കാറ്റടിച്ചു. എന്തടിച്ചു? കാറ്റടിച്ചു. കാറ്റടിച്ചു. x + 3, ആ സ്ക്വയർ എല്ലാം കൂടി ഇവിടുന്ന് പാറിപ്പോയിട്ട് എന്തായി? √49 ആയി. ആ സ്ക്വയർ അപ്പുറത്തെത്തിയപ്പോഴേക്ക് എന്തായി? റൂട്ടായി. ദാറ്റ് ഈസ് ഈക്വൽ ടു x + 3 = √49. എത്രയാടാ? 7 ആണ്. പെങ്ങളൂട്ടിയാടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. 18ാമത്തെ തടവെടുത്ത് ഇറങ്ങി ഓടി. +3 ഇവിടുന്ന് അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു. x = 7. +3 അപ്പുറത്തെത്തുമ്പോൾ -3 ആവും. x = 7ൽ നിന്നും 3 കുറച്ചാൽ എത്രയാടാ? 7ൽ നിന്നും 3 കുറച്ചാൽ x = 4 എന്ന് കിട്ടും. ഇതോടുകൂടി നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ ഇവിടെ അവസാനിക്കും. യെസ്, ഇതോടുകൂടി നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ സോൾവ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എടാ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂമറിക്കൽസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സെൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.